Hello all, this is Essence of Science and this is next part of the video. ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. So hope you will all keep in touch and yeah. എന്താണ് ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്? മെയിൻലി ഇറ്റ് ഈസ് ടു സാറ്റിസ്ഫൈ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാസ് ക്യാൻ നീതർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒന്നുമില്ല, ഒരു ലോ ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആൻഡ് അതിനകത്ത് പറയുന്നു മാസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല വേർ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ് സൈഡും റിയാക്റ്റൻറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. അതാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ. സോ നമുക്കതെങ്ങനെ ഈക്വൽ ആക്കാൻ പറ്റും? ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ബൈ ബാലൻസിങ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് എലമെൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ. സോ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ദി മാസ് റിമെയിൻസ് കൺസേർവ്ഡ് ആൻഡ് ദസ് നമുക്ക് ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് ദ സിമ്പിൾ തിയറി ബിഹൈൻഡ് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ. ഇനി ഒരു ബാലൻസ്ഡ് ഇക്വേഷനുമുണ്ട്, ഒരു അൺബാലൻസ്ഡ് ഇക്വേഷനുമുണ്ട്. അപ്പം എന്താണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? വെരി സിമ്പിൾ. നമ്മളിപ്പോൾ ഒരു ലോ പഠിച്ചില്ലേ, കൺസർവേഷൻ ഓഫ് മാസ്. ബാലൻസ്ഡ് ഇക്വേഷനിലെ ദാറ്റ് ലോ വിൽ ബി സാറ്റിസ്ഫൈഡ്, അൺബാലൻസ്ഡിൽ ആ ലോ സാറ്റിസ്ഫൈഡ് ആവില്ല. ദാറ്റ് ലോ വോണ്ട് ബി ഇൻവോൾവ്ഡ്. ബാലൻസ്ഡിൽ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി ദ സെയിം, അൺബാലൻസ്ഡിൽ സെയിം ആവില്ല. അപ്പോൾ ഇത് തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പോയിൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ് പോയിൻറ്റ്സ്. ആൻഡ് രണ്ടെണ്ണത്തിനും examples are also given below. Now before getting into the examples, let's just see how can we write or how can we balance an equation. അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. സ്റ്റെപ്സ് കണ്ട് പേടിക്കേണ്ട, നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇമേജ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു ഈക്വൽ വെയറിൻ്റെ ഒരു ഇമേജ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവുന്നത്? രണ്ട് സ്ഥലത്തെയും മാസ് ഈക്വൽ ആയാലാണ് ഇറ്റ് സ്റ്റേസ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഒരു സൈഡിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് താഴത്തോട്ടേക്ക് പോവും അല്ലേ, എന്നിട്ട് മറ്റേ ഭാഗം മേലോട്ട് പോവും. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് കൊടുത്താലാണ് അത് അങ്ങനെ തുല്യമായിട്ട് നിൽക്കുള്ളൂ. സെയിം ഇസ് ദി കേസ് വിത്ത് ദിസ്. ഇവിടെ ഒരു റിയാക്ഷൻ ആണെന്ന് മാത്രം. ഇവിടെ നമ്മൾ ആറ്റത്തിൻ്റെ നമ്പറാണ് ഈക്വൽ ചെയ്യേണ്ടത്. റിയാക്റ്റൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ആറ്റത്തിൻ്റെ നമ്പേഴ്സ് നമ്മൾ ഈക്വൽ ചെയ്യാം. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഈക്വലായി ബാലൻസ്ഡ് ആയി എന്ന് പറയാൻ പറ്റും. അതിന് ആദ്യം ആ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തെഴുതാം. ഓക്കെ, ജസ്റ്റ് ക്ലിയർലി jot down the unbalanced equation as it is given in the question. അതിനുശേഷം കൗണ്ട് ദി ആറ്റംസ്. സോ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്, ഐ മീൻ ലൈക്ക് വേർ ഇസ് ഇറ്റ് ടു ബി ബാലൻസ്ഡ് എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ we'll just take a look at this very simple equation of H2 plus O2 gives H2O. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് നോക്കി നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണമാണുള്ളത്? 2. ഇതിൻ്റെ അടിയിൽ ഉള്ള 2 എഴുതിയിട്ട് കണ്ടില്ലേ, അതിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ കണക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്. അങ്ങനെ റിയാക്റ്റൻറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. പ്രോഡക്റ്റ് സൈഡിലും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലും 2, പ്രോഡക്റ്റ് സൈഡിലും 2 ഹൈഡ്രജൻ, ബാലൻസ്ഡ് ആണ്. ഓക്കെ, ബട്ട് ജസ്റ്റ് ടേക്ക് എ ലുക്ക്. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട്? ജസ്റ്റ് 1. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ അടിയിൽ 2 ഇട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോഴും നമുക്ക് ആകെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്പേഴ്സ് ഇടാനുള്ള അധികാരമേ ഉള്ളൂ. വി ഓൺലി ഹാവ് ദി റൈറ്റ് ടു റൈറ്റ് ദി നമ്പേഴ്സ് ആസ് ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻപിലായിട്ട് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതാനാണ് നമുക്ക് റൈറ്റ് ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മുന്നിൽ 2 ഇട്ടു. ഇനി നമ്മളിത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്നറിയോ? 2 കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള നമ്പറും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്, വിച്ച് മീൻസ് അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 1 ഉണ്ട്. 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, മോർ ദാൻ 1 ആയാലാണ് സബ്സ്ക്രിപ്റ്റ് എഴുതേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് അവിടെ 1 എഴുതാത്തത്. അപ്പോൾ അവിടെ ഓൾറെഡി 1 ഇസ് എക്സിസ്റ്റിംഗ്, വിച്ച് മീൻസ് 2 ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റിനെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 gives you 2. അപ്പോൾ അവിടെ ഓക്സിജൻ ആറ്റം, ദി ആറ്റം നമ്പർ സാറ്റിസ്ഫൈഡ്, 2 ഓക്സിജനായി. അങ്ങനെ പ്രോഡക്റ്റും റിയാക്റ്റൻറ്റ് സൈഡും ഈക്വലായി. ആണോ? ഇല്ല, ഇവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് പറ്റുക. നോക്കൂ. ഇപ്പോൾ ഹൈഡ്രജൻ അവിടെ സബ്സ്ക്രിപ്റ്റ് ഓൾറെഡി 2 ഉണ്ട്, വാട്ടറിൽ H2O, H2 അല്ലെ
2 ഉണ്ട്. അപ്പോൾ അതിന് കോഎഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള 2ഉം സബ്സ്ക്രിപ്റ്റും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് യു ഗെറ്റ് 4 ഹൈഡ്രജൻ ആറ്റം. പ്രോഡക്റ്റ് സൈഡിൽ റിയാക്ഷൻ സൈഡിൽ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ? ഇല്ല, ജസ്റ്റ് 2 ഇസ് ദെയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിയാക്ഷൻ സൈഡിലും ഹൈഡ്രജൻ്റെ മുന്നിൽ ഒരു 2 ഇടണം. ഇനി നോക്കി നോക്കൂ, അപ്പോൾ അവിടെ എത്ര ഹൈഡ്രജനായി? റിയാക്ഷൻ സൈഡിലും ഹൈഡ്രജൻ എണ്ണി നോക്കി നോക്കൂ. കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള 2 നിങ്ങൾ ഹൈഡ്രജന് ഓൾറെഡി ഉള്ള സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള 2 ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 4. അങ്ങനെ റിയാക്ഷൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഹൈഡ്രജൻ്റെ എണ്ണം 4 ആയി, ഓക്സിജൻ്റെ എണ്ണം 2 ആയി. And thus you can say that your equation is balanced. And this is how you convert an unbalanced equation into a balanced equation. ഇനി നമുക്ക് കുറച്ച് കീ പോയിന്റ്സ് നോക്കി നോക്കാം, വിച്ച് ഇസ് ടു ബി റിമെമ്പേർഡ് വൈൽ യു ബാലൻസ് എൻ ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക, ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കിയിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് വൺ പോലത്തെ ഒരു ഈസി വൺ ആണിത്. Fe+H2O gives you Fe3O4+H2. ഇതേ സംഭവം തന്നെ ഒരു വേർഡ് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പാർട്ട് 1 ഓഫ് ദിസ് ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 kinds of equations, വേർഡ് യൂസ് ചെയ്തിട്ടും സിമ്പിൾസ് യൂസ് ചെയ്തിട്ടും. അപ്പോൾ വേർഡായിട്ട് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിനൊരു കെമിക്കൽ ഇക്വേഷനായിട്ട് എടുത്തെഴുതാൻ നിങ്ങൾക്കറിയണം. വേർഡായിട്ട് ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ലൈക്ക് ഫെറസ് പ്ലസ് വാട്ടർ ഗിവ്സ് യു അയൺ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാനായിട്ട് നിങ്ങൾക്കറിയണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ പ്രോപ്പർലി. അടുത്തത് എന്താ നോക്കേണ്ടത്? റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ആറ്റംസ് ഈക്വൽ നമ്പർ ആണോ എന്നാണ് നോക്കേണ്ടത്. ആൻഡ് അക്കോർഡിംഗ്ലി യു ബാലൻസ് ദി ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് Fe നോക്കി നോക്കാം. Fe റിയാക്റ്റൻ സൈഡിൽ ഇറ്റ്സ് ജസ്റ്റ് 1, പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ ഇറ്റ്സ് 3. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്യണം. അടുത്തത് ഹൈഡ്രജൻ ഇറ്റ്സ് ദ സെയിം ഓൺ ബോത്ത് റിയാക്റ്റൻ ആൻഡ് പ്രോഡക്റ്റ് സൈഡ്, രണ്ടിടത്തും ഇറ്റ്സ് 2. അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ റിയാക്റ്റൻ സൈഡിൽ 1, ബട്ട് ഓൺ ദി പ്രോഡക്റ്റ് സൈഡ് ഇറ്റ്സ് 4. അപ്പോൾ ഓക്സിജനും ഫെറസ് ആണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ബാലൻസ് ചെയ്യുമ്പോൾ യു ഓൾവേസ് പുട്ട് ഇറ്റ് ആസ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിജൻ ബാലൻസ് ചെയ്യാം. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ എന്ത് ഇടുന്നു നമ്മൾ? കോഎഫിഷ്യൻ്റ് ആയിട്ട് വി റൈറ്റ് 4 ഇൻ ഫ്രണ്ട് ഓഫ് H2O. കാരണം പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ ഇസ് 4, റൈറ്റ്? സോ ഇൻ ഓർഡർ ടു മേക്ക് ദ റിയാക്റ്റൻ സൈഡിൽ ഓക്സിജൻ 4 ആക്കാൻ വേണ്ടി യു റൈറ്റ് എ കോഎഫിഷ്യൻറ്റ് 4 ഇൻ ഫ്രണ്ട് ഓഫ് H2O. അപ്പോൾ അവിടെ ഓക്സിജൻ 4 ആയി. ഓൺ ബോത്ത് റിയാക്റ്റൻ ആൻഡ് പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ ബിക്കെയിം ബാലൻസ്ഡ്. ബട്ട് ചെക്ക് ഹൈഡ്രജൻ എന്താണ്ടായത്? ഞാൻ പറഞ്ഞില്ല, നമ്മളങ്ങനെ ചെക്ക് ചെയ്യുന്ന കോഎഫിഷ്യൻറ്റും സബ്സ്ക്രിപ്റ്റും മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 4 മൾട്ടിപ്ലൈഡ് ബൈ ദ സബ്സ്ക്രിപ്റ്റ് 2 ഓഫ് ദി ഹൈഡ്രജൻ ഗിവ്സ് യു 8. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ ഇപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം 8ഉം പ്രോഡക്റ്റ് സൈഡിൽ ഇറ്റ് ബിക്കെയിം ജസ്റ്റ് 2. സോ വാട്ട് ക്യാൻ യു ഡു? ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു റൈറ്റ് 4. കോഎഫിഷ്യൻ്റ് ആയിട്ട് 4 പ്രോഡക്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ മുന്നിലിടുക. ഇനി നോക്കി നോക്കൂ, ഇനി റിയാക്റ്റൻ സൈഡിലും 4 × 2 8, പ്രോഡക്റ്റ് സൈഡിലും 4 × 2 8. അങ്ങനെ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഓക്സിജൻ നോക്കി നോക്കൂ, റിയാക്റ്റൻ സൈഡിലും 4 × 1 ഇറ്റ്സ് 4, ആൻഡ് പ്രോഡക്റ്റ് സൈഡിൽ ഓൾറെഡി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 4 ഉണ്ട്. അപ്പോൾ അത് 4 ആറ്റംസ്. അങ്ങനെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് ബാലൻസ്ഡ്. നൗ ദ ലാസ്റ്റ് തിങ് ഇസ് ടു ബാലൻസ് ഫെറസ്. അത് പ്രോഡക്റ്റ് സൈഡിൽ ഇറ്റ്സ് 3. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ നമുക്കതിന് 3 ആക്കാൻ വേണ്ടി മുൻപിലായിട്ട് ആസ് എ കോഎഫിഷ്യൻറ്റ് പുട്ട് 3. ആൻഡ് നൗ യുവർ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് ആൻഡ് ഇറ്റ്സ് സോ സിമ്പിൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി നോക്കാം. കുറച്ച് ഡിഫറെൻറ്റ് വണ്ണാണ്, പക്ഷേ പേടിക്കാനൊന്നുമില്ല. വിൽ ഡീൽ വിത്ത് ഇറ്റ്. ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ടിരിക്കുക, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്, ദാറ്റ്സ് ഇറ്റ്. ഈ ഒറ്റ എക്സാമ്പിൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും യു വിൽ ഈസിലി ഏബിൾ ടു crack it. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആൻഡ് ദിസ് ഇസ് ആ ക്വസ്റ്റ്യൻ. C6H6 + O2 gives you CO2 + H2O. ഇതിന് വേർഡ് ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ബെൻസീൻ + ഓക്സിജൻ gives you കാർബൺ ഡൈ ഓക്സൈഡ് + വാട്ടർ. ആൻഡ് ഇതാണ് ഒരു ബെൻസീൻ റിംഗ്. C6H6 അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചറാണ് ഇത്. കാർബണും ഹൈഡ്രജനും എണ്ണം ഈക്വൽ ആണ്, ദേ ആർ ദ സെയിം. ഇനി നമുക്ക് ആറ്റംസ് എത്ര ഉണ്ട് ഓൺ ദ റിയാക്ഷൻ ആൻഡ് പ്രോഡക്റ്റ് സൈഡ് നമുക്ക് നോക്കാം. ഇഫ് ദേ ആർ ഈക്വൽ ലെറ്റ് ഇറ്റ് ബി, ഓർ എൽസ് വി നീഡ് ടു ബാലൻസ് ദം. അപ്പോൾ ആദ്യം കാർബൺ റിയാക്ഷൻ സൈഡിൽ 6, പ്രോഡക്റ്റ് സൈഡിൽ ഇറ്റ്സ് 1. ഈക്വൽ അല്ല, വി നീഡ് ടു ബാലൻസ് ഇറ്റ്. നെക്സ്റ്റ് ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ സൈഡ് 6, പ്രോഡക്റ്റ് സൈഡ് 2. Again need to balance it. And the last one, oxygen on reactant side it's 2, product side ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ട്വിസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത്. ഓക്സിജൻ രണ്ടിടത്തും പ്രസൻറ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനകത്തും വാട്ടറിനകത്തും ഓക്സിജൻ ഇസ് പ്രസൻറ്റ് അല്ലേ? CO2. അവിടെ CO2ൽ 2 ഇസ് ഇറ്റ് സബ്സ്ക്രിപ്റ്റ്. അതിൻ്റെ അർത്ഥം 2 ഓക്സിജൻ ആണ് പ്രസൻറ്റ്. ആൻഡ് ഇൻ H2O 1 ഓക്സിജൻ ഇസ് പ്രസൻറ്റ്. അപ്പോൾ CO2ൻ്റെ 2 + 1 ഓക്സിജൻ പ്രസൻറ്റ് ഇൻ H2O gives you in total 3 ഓക്സിജൻ ആറ്റം ആണ് പ്രസൻറ്റ് ഓൺ ദി പ്രോഡക്റ്റ് സൈഡ്. ഇനി നമുക്ക്
let's start balancing with hydrogen. അപ്പോൾ ഹൈഡ്രജൻ ഓൺ റിയാക്റ്റൻറ്റ് സൈഡ് ഇസ് 6. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് അതിന് 6 ആക്കണം. എന്തായിരുന്നു മെത്തേഡ്? കോഎഫിഷ്യൻ ഇൻറ്റു സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ നമ്മളതിന് 6 ആക്കണം. അപ്പോൾ 2ൻ്റെ ഒപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് we get 6? Of course it's 3. അപ്പോൾ write 3 as its coefficient, and that's done. 3 into 2 6. We get 6 hydrogen on the product side. ഹൈഡ്രജൻ മാത്രമാണ് വാട്ടറിലുള്ളത് അല്ല, അവിടെ ഓക്സിജൻ ഉണ്ട്. ഒപ്പം ഓക്സിജൻ്റെ എണ്ണം കൂടുകയാണ് അല്ലേ, ആസ് യു റൈറ്റ് ഇറ്റ് ആസ് എ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അവിടെ 1 നിന്ന് ഓക്സിജൻ ബിക്കെയിം 3. അങ്ങനെ ഇൻ ടോട്ടൽ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എല്ലാം ഓക്സിജനും കൂട്ടുമ്പോൾ യു ഗെറ്റ് 5 ഓക്സിജൻ ഓൺ ദി പ്രോഡക്റ്റ് സൈഡ് ബട്ട് ജസ്റ്റ് 2 ഓൺ ദ റിയാക്റ്റൻ സൈഡ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇനി അടുത്തത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ആണ്. കാർബൺ റിയാക്റ്റൻ സൈഡിൽ 6 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ 6 ആക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആഡ് കോഎഫിഷ്യൻറ്റ്. അങ്ങനെ ബോത്ത് ഓൺ പ്രോഡക്റ്റ് ആൻഡ് റിയാക്റ്റൻ സൈഡ് കാർബണിൻ്റെ എണ്ണം 6 ആയിട്ട് അതിപ്പോൾ ബാലൻസ്ഡ് ആയി. കാർബൺ ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? അല്ല, കൂടെ ഓക്സിജൻ ഉണ്ട് വിത്ത് സബ്സ്ക്രിപ്റ്റ് 2. അപ്പോൾ അവിടെ എന്തായി? 6 into 2 12. ഇൻ ടോട്ടൽ 12 ഓക്സിജൻ ആറ്റമായി. അങ്ങനെ CO2ൻ്റെയും H2O രണ്ടിൻ്റെയും ഓക്സിജൻ ആറ്റം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ടോട്ടൽ ഓഫ് 15 ഓക്സിജൻ ആറ്റം ഓൺ ദി പ്രോഡക്റ്റ് സൈഡ്, വെറാസ് ജസ്റ്റ് 2 ഓൺ ദി റിയാക്റ്റൻ സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ ചുമ്മാ ഒരു കോഎഫിഷ്യൻ്റ് ആയിട്ട് 15 നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട്? പറ്റത്തില്ല, കാരണം അവിടെ 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 15 into 2 30 ഓക്സിജൻ ആറ്റം. അഗെയിൻ ഇറ്റ് ബിക്കംസ് ഇംബാലൻസ്ഡ്. ഇവിടെയാണ് ദ മെയിൻ ട്വിസ്റ്റ് കംസ്. നമ്മൾ അവിടെ ഫസ്റ്റ് ടൈം ഒരു ഫ്രാക്ഷൻ കോഎഫിഷ്യൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നത്, ആൻഡ് ദാസ് മേക്സ് ഇറ്റ് യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. ആൻഡ് നമ്മളൊരു ഫ്രാക്ഷൻ 15/2 കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് അടിയിലെ 2 അവിടെ ആവശ്യമില്ല. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹോൾ ഇക്വേഷനെ വി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. നമുക്ക് ചുമ്മാ ഒരൊറ്റ ഓക്സിജനെ മാത്രം 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരു കോമൺ റൂളാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇറ്റ് ബിക്കെയിം 2 C6H6. സെക്കൻഡ് വൺ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കെയിം 15O2. അതെങ്ങനെയാണ്? 2 into 15/2 അങ്ങനെയല്ലേ വരിക? അപ്പോൾ 2 2 ഗെറ്റ്സ് ക്യാൻസൽഡ്. അങ്ങനെ ഇറ്റ് ബിക്കംസ് 15O2. മാത്സിനി പഠിപ്പിക്കേണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് 2 into 6 CO2 became 12 CO2, and the last one became 6 H2O. 2 into 3 6 ആണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും കാർബണും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒക്കെ നമ്പേഴ്സൊക്കെ ആകെ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. സംശയമുണ്ടോ? നോക്കി നോക്കാം. കാർബൺ എത്ര ഉണ്ട് ഓൺ ദ റിയാക്റ്റൻ സൈഡ്? 2 into 6 it's 12. പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ്? it's 12. ഹൈഡ്രജൻ എത്രയാണ്? റിയാക്റ്റൻ സൈഡിൽ 12 ആണ്, പ്രോഡക്റ്റ് സൈഡിലും 12 ആണ്. ഇനിയാണ് നമ്മുടെ മെയിൻ തിങ്, ഓക്സിജൻ. റിയാക്റ്റൻ സൈഡിൽ എത്ര ഉണ്ട്? 15. ആൻഡ് അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് 2. 15 into 2 30. പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട്? ഇറ്റ് ഇസ് 12 CO2 അല്ലേ? അപ്പോൾ 12 ഇൻറ്റു ഓക്സിജൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള 2, ഇറ്റ് ഗിവ്സ് യു 24 ആണ് ആദ്യത്തെ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയത്. പ്ലസ് 6 H2O ആണ്. അപ്പോൾ ഓക്സിജൻ എത്ര ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ 24 + 6 എത്രയാണ്? 30. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. ഇഫ് ദർ ഇസ് എനി ഡൗട്ട് പ്ലീസ് ടു കോമെൻറ്റ് ബിലോ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.